മൊഴി തുറക്കുന്നതിന് ക്രിസ്തുമസിന്റെ ഗന്ധമുള്ള പുലരികളിലേക്കാണ്. വെറുതെ പാടുന്ന മൂളിപ്പാട്ടിൽ പോലും യഹൂദിയായാലെ ഒരു ഗ്രാമത്തിൽ എന്ന പാട്ടിന്റെ ഈണമുണ്ടാകും. കൗതുകമൊളിപ്പിച്ച് പള്ളിമുറ്റത്തെ പടുതയ്ക്ക് മുന്നിൽ വിരിയുന്ന പുൽക്കൂടും കണ്ണു ചുമന്ന നക്ഷത്രങ്ങളുമെല്ലാം ഇനി പതിവ് കാഴ്ച. ഋതുഭേദങ്ങൾ എത്ര കടന്നുപോയാലും ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും നാട്ടിൻപുറത്തെ ആ പള്ളിമുറ്റത്തേക്ക് നമ്മെ തിരികെ വിളിക്കുന്ന ഓർമ്മകളുടെ ചെപ്പിലെന്നും പച്ചകടാതെ നിൽക്കുന്ന ക്രിസ്മസ് ഒരുക്കത്തിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് 4ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണല്ലോ. ഈ ദിനത്തിൽ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഇസ്തമത്തായുടെ സുവിശേഷം 13-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിച്ച് കർത്താവിനെ ആരാധിക്കാം. ഇതക്കാരുടെ ഉപമയെ പറ്റിയാണ് ഈശോ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. സുവിശേഷം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും പോലും എടുക്കപ്പെടും. ഈ തിരുവചനം നമ്മോട് പറയുന്നത് ഈശോയെ അറിയാൻ ആഗ്രഹം ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ ഈശോയെ അറിയാൻ താല്പര്യം ഇല്ലാത്തവന് ഉള്ളതുപോലും എടുക്കപ്പെടും എന്നാണ് ഈശോ പറയുന്നത്. ശിഷ്യന്മാരാണ് നമ്മുടെ ഇന്നത്തെ വിശ്വാസത്തിന്റെ തുടക്കക്കാർ. മനുഷ്യാവതാരം ചെയ്ത ഈശോയാണ് ലോകരക്ഷകൻ. ഈ ലോകത്തിൽ രക്ഷ ഈശോയിലൂടെ കടന്നു വന്നെങ്കിലും നമ്മൾ രക്ഷ വ്യക്തിപരമായി നേടിയില്ലെങ്കിൽ നമുക്ക് ഈശോ എന്ന മഹാരക്ഷ അന്യമായി പോകും. സുവിശേഷത്തിന്റെ അവസാനത്തിൽ ഈശോ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും കാണാൻ ആഗ്രഹിച്ച, കാണാതെ പോയ ആ വലിയ സത്യത്തെ നമ്മൾ ഓരോരുത്തരും ഈ ക്രിസ്മസ് കാലത്തിൽ നമ്മൾ അനുഭവിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതം കൊണ്ട് ഈശോയെ സ്വന്തമാക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ലോക സമാധാനം എന്ന നിയോഗത്തിനു വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുഹൃദീപം, എന്റെ ഈശോയെ, എന്റെ ഹൃദയത്തെ നിന്റെ സമാധാനം കൊണ്ട് നിറക്കണമേ എന്ന് ചൊല്ലിക്കൊണ്ട് നമുക്ക് ഉണ്ണീശോയ്ക്ക് ഒരു തൊപ്പി സമ്മാനമായി നൽകാം. ഈശോയ്ക്ക് സർവജനത്തിനും പ്രത്യാശയേകും ആനന്ദത്തിൻ സുവിശേഷം. കർത്തനാകും ക്രിസ്തേശുനാഥൻ പാരിൽ പിറന്നതാരുല്ലാസം. സർവജനത്തിനും പ്രത്യാശയേകും